ഇന്ന് നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടുള്ളൊരു കൂന്തൽ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി കൂന്തലൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർക്കാം. അത് നന്നായി മൂത്ത് വന്ന ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കടുകാണ്. അങ്ങനെ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ്. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കുന്നത്. അതും ചേർത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ബ്രൗൺ നിറാവുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, മല്ലിപ്പൊടിയും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് പെരുംജീരക പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം 2 തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി വേവുന്നതിന് വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർത്ത ശേഷം അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ഒരുവിധം വറ്റി വരുന്ന സമയത്ത് നമുക്ക് നന്നായി കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തലാണ് ചേർക്കുന്നത്. കൂന്തലിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നതാണ്. ആദ്യം നമുക്ക് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചാണ് വേവിക്കുന്നത്. പെട്ടെന്ന് തന്നെ കൂന്തലൊക്കെ വെന്ത് കിട്ടുന്നതാണ്. അങ്ങനെ റിങ് പോലെ കൂന്തലൊക്കെ നന്നായി ചുരുങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.